SIR നിന്ന് തന്നെ ആരംഭിക്കുകയാണ്. അകത്തോ പുറത്തോ എന്നതാണ് ചോദ്യം. കാരണം SIR-മായി ബന്ധപ്പെട്ട് ദീർഘകാലത്തെ അതിന്റെ പ്രോസസ്സിംഗ് നടപടിക്രമങ്ങൾ BLOമാർ വീട്ടിലെത്തി അതിന്റെ കാലയളവൊക്കെ കഴിഞ്ഞിതാ ഇപ്പോൾ അതിന്റെ കരട് പട്ടിക പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ വേഗത്തിൽ ആ കരട് പട്ടികയിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള സമയമാണ്. കരട് പട്ടികയാണ്. അപ്പോൾ അന്തിമ പട്ടിക വരുന്നത് ഫെബ്രുവരി 21-നാണ്. അതിനിടയിലും ഇനി ഒരുപാട് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാനുണ്ട് അല്ലെ? ഈ പരാതികൾ, ആക്ഷേപങ്ങൾ കേൾക്കണം, അതിൽ പരിഹരിക്കണം. അപ്പോൾ അതിനുശേഷമേ അന്തിമ പട്ടിക വരികയുള്ളൂ. പക്ഷേ ഒരു ലിങ്ക് ഇപ്പോഴുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് കയറിയാൽ നിങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാം. നിലവിൽ 2,87,00,000 പേർ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. 24 ലക്ഷത്തിലധികം ആളുകൾ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ 19 ലക്ഷത്തി ചില്ലാനം ആളുകൾ അവരുടെ രേഖ കാണിക്കണം. മാപ്പിംഗ് ശരിയായില്ല, അങ്ങനെയല്ലേ? അതെ. അപ്പൊ ഈ ആളുകൾ വോട്ടർ പട്ടികയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അവരുടെ രേഖകൾ കാണാം. BLOമാർ വന്നപ്പോൾ മതിയായ രേഖകൾ കാണിക്കാത്ത ആളുകൾ 19 ലക്ഷത്തിലധികം ആളുകളുണ്ട്. അവർക്കും രേഖകൾ കാണിക്കാനുള്ള അവസരമുണ്ട്. ഇനിയിപ്പോൾ ലിസ്റ്റിനകത്ത് ഇല്ല എന്നെങ്കിൽ പുതുതായി ഫോം അപ്ലൈ ചെയ്ത്, നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഫോം 6 ഫില്ല് ചെയ്ത് ഞാൻ ഇന്ന സമയത്ത് BLO വന്ന സമയത്ത് ഇവിടെ ഇല്ല എന്ന് സത്യവാങ്മൂലം കൊടുത്താൽ വേഗത്തിൽ എളുപ്പത്തിൽ അതിനകത്ത് കയറി. അപ്പോൾ പ്രേക്ഷകരെ പരാതികളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നു മുതൽ അറിയിക്കാം. ജനുവരി 22 വരെയാണ് സമയം. കരട് പട്ടികയിന്മേൽ എതിർപ്പ് ഉന്നയിക്കാനുള്ള അവസരം. ഫെബ്രുവരി 14 വരെ ഹിയറിംഗുകൾക്കും അതുപോലെ തന്നെ പരിശോധനകളും നടക്കും. ഫെബ്രുവരി 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് പേര് പുതുതായി ചേർക്കാനുള്ള ഫോമിനോടൊപ്പം അനുബന്ധ രേഖകളും സമർപ്പിച്ച് പട്ടികയിൽ ഇടം നേടാനാകും. സിബി ജോസഫ് വിശദാംശങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സിബി, ഗുഡ് മോർണിംഗ്. സിബി, അങ്ങനെ ഈ SIR-മായി ബന്ധപ്പെട്ട് നമ്മളൊരു സുപ്രധാനമായ ചുവടിലേക്ക് കടക്കുകയാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ വിവരശേഖരണമൊക്കെ കഴിഞ്ഞു, BLOമാരുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിനകത്ത് നമ്മുടെ പേരുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത്, ഇല്ല എങ്കിൽ അതിനകത്ത് കയറിപ്പറ്റാനുള്ള അവസരമുണ്ട് ഒരു മാസത്തിനകം. അപ്പോൾ ഈ ഒരു മാസം ഇല്ലാത്ത ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സിബി? ഇലക്ഷൻ കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട് നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ് സേഫു, ദിവ്യ. എന്തായാലും SIR-മായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായ നടപടികൾ തന്നെയാണ് ഇനി അടുത്ത ഈ ജനുവരി 22 വരെയുള്ള ഒരു മാസ കാലയളവ് എന്ന് പറയുന്നത്. കാരണം ഇന്നലെ കരട് വോട്ടർ പട്ടിക എല്ലാത്തിനെയും പുറത്തു വന്നു. എത്ര വോട്ടർമാർ ആ ഒരു പട്ടികയിൽ ഇടം പിടിച്ചു എന്നുള്ളതിൻ്റെയും നമുക്ക് വെബ്സൈറ്റ് വഴി കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല ഇനിയിപ്പോൾ പരാതികൾ ഉന്നയിക്കാനും ആക്ഷേപമുണ്ടെങ്കിൽ ഉന്നയിക്കാനൊക്കെ ഉള്ള ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് പരമാവധി വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാത്തവരെല്ലാം തന്നെയും ഈ ഒരു മാസത്തിനുള്ളിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും അതിനുവേണ്ടി നിരവധി ഉദ്യോഗസ്ഥന്മാർ BLOമാരുടെ ജോലിയൊക്കെ ഇപ്പോൾ ജനുവരി 22 വരെ BLOമാർക്ക് ജോലി സമയം നീട്ടി നൽകിയിട്ടുണ്ട്. അതുകൂടാതെ 1000-ലധികം ഉദ്യോഗസ്ഥരെ അധികമായി നിയോഗിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ അപേക്ഷകർ, ഈ BLOമാർ അപേക്ഷകരെ വീട്ടിലെത്തി തന്നെ ഇത്തരത്തിൽ പരാതികൾ സ്വീകരിക്കും. ഈ പരാതികൾ ഓൺലൈൻ മുഖേനയോ അല്ലെങ്കിൽ BLOമാർ മുഖേനയൊക്കെ ഇവർക്ക് അറിയിക്കാം. ഫോം 6, ഫോം 6 ഒക്കെ പൂരിപ്പിച്ച് അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന അനുബന്ധ രേഖകൾ ഉൾപ്പെടെ ആയിരിക്കണം നൽകേണ്ടത്. അത് വെബ്സൈറ്റിലൂടെ പിന്നീട് BLOമാരുടെ സഹായത്തോടെ അപ്ലോഡ് ചെയ്യാം. നേരിട്ട് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ BLOമാർ വഴിയൊക്കെ വീണ്ടും അപേക്ഷിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ലഭിച്ചിരിക്കുന്നത്. 2.78 കോടി വോട്ടർമാരിൽ ഇന്നലെ ഇപ്പോൾ ഈ കരട് വോട്ടർ പട്ടിക പുറത്തു വരുമ്പോൾ 24 ലക്ഷത്തോളം പേർ, 24,08,503 വോട്ടർമാർ പട്ടികയ്ക്ക് പുറത്തായി എന്നുള്ളതാണ് ഇന്നലെ ഇപ്പോൾ കമ്മീഷന്റെ ആ ഒരു വോട്ടർ പട്ടികയിൽ അല്ലെങ്കിൽ കരട് വോട്ടർ പട്ടികയിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് കൃത്യമായി ഇതിൽ ഏറ്റവും കൂടുതൽ ഈ SIR-ന് ശേഷം വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടവർ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലാണ്. 54,627 പേർ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ മാത്രം ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇവർക്കെല്ലാം തന്നെയും ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ പരാതികളെല്ലാം ആക്ഷേപമുണ്ടെങ്കിൽ അത് വീണ്ടും അവർക്ക് ഹിയറിങ്ങിനൊക്കെ ഹാജരാകാനുള്ള സമയമുണ്ട്. ഫെബ്രുവരി 14-ാം തീയതി വരെയാണ് ഹിയറിംഗ് ഉള്ളത്. ഫെബ്രുവരി 21-ാം തീയതി അന്തിമ ലിസ്റ്റ് തയ്യാറാക്കി അത് അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും.